Hey guys, welcome back. ഇന്ന് നമ്മുടെ പടമാണ് സൂപ്പർമാൻ. ഇന്ന് പക്ഷെ സൂപ്പർമാനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ടീമിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. CBFC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കുറച്ച് നാളായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എയറിലാണ്. സോ അപ്പാരന്റ്ലി ഇന്ത്യയിൽ വന്നിരിക്കുന്ന സൂപ്പർമാന് കിസ് ചെയ്യാൻ പാടില്ല. CBFCയുടെ നോംസ് പ്രകാരം ഇന്ത്യയിൽ വന്നിരിക്കുന്ന സൂപ്പർമാന് കിസ് ചെയ്യാൻ പാടില്ല. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ കിസിങ് സീൻ ഉണ്ട്, അത് കട്ടാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ട്രെയിലറിലുള്ള ഒരു കിസിങ് സീൻ ഉണ്ട്, അതും ഓൾമോസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് കട്ടാണ്. അത് കട്ട് ചെയ്ത ശേഷം അവർ ആ ഒരു കിസിങ് സീൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെ പ്രീ ഹിസ്റ്റോറിക് ടൈംസിലുള്ള ആളുകളായിരിക്കും CBFCയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. സൂപ്പർമാൻ മാത്രമല്ല, ഒരു കുറച്ച് ആഴ്ചകൾ മുമ്പ് ഇറങ്ങിയ F1 ഫിലിമിലും ഇതുപോലെ സെൻസറിങ് നടന്നിട്ടുണ്ട്. F1 ഫിലിമിന്റെ അകത്ത് സോണി ഹേസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ബ്രാഡ് പിറ്റിന്റെ ക്യാരക്ടർ, ഒരാൾക്കൊരു ഒരു ഇമോജി SMS അയക്കുന്നുണ്ട്. ആ ഇമോജി ആയിരുന്നു CBFC സെൻസർ ചെയ്തിരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഈ പടം കാണുന്ന സമയത്ത് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ടൈം ഞാൻ F1 കണ്ടപ്പോൾ ഇറ്റ് ഫെൽറ്റ് ഓഡ്. ബിക്കോസ് സോണി ഹേസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്ക് അങ്ങനെ ആരെയും സ്ഥാപിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പുള്ളി. ആ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയി. പിന്നീട് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഇന്ത്യയിൽ ആ സീൻ സെൻസേർഡ് ആയിരുന്നു. ഇതിനു മുമ്പ് കുറച്ചാൾ മുമ്പ് ഇറങ്ങിയ ഓപ്പൺഹൈമറും ഫേമസ് ആയിരുന്നു. അതിലൊരു CGI ഡ്രസ് തന്നെ അവർ സെൻസർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് മാത്രമല്ല, 2017 ദുൽഖർ സൽമാന്റെ സോളോ എന്ന് പറഞ്ഞ ഫിലിം, ബിജോയ് നമ്പ്യാർ ഡയറക്ട് ചെയ്ത സോളോ എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയപ്പോഴും ക്ലൈമാക്സിലുള്ള ദുൽഖർ സൽമാന്റെ സ്റ്റോറി അത് കംപ്ലീറ്റ്ലി സെൻസേർഡ് ആയിരുന്നു. ഇനിഷ്യലി ഫസ്റ്റ് വീക്കിൽ ഇറങ്ങിയവർക്ക് മാത്രമേ ഫുൾ മൂവി കാണാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സെക്കൻഡ് വീക്കിലാണ് ആ പടം കണ്ടത്. സെക്കൻഡ് വീക്കിൽ പടം കണ്ട ഞാനും എൻ്റെ ഫ്രണ്ടും ഈ ഫിലിമിന്റെ അബ്രപ്റ്റ് എൻഡിങ് കണ്ടപ്പോൾ ഷോക്കായി പോയി. കാരണം ആ ഒരു ഫിലിമില് ആ ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ അവർ ഫുള്ളി സെൻസർ ചെയ്തിട്ട് നേരെ ക്ലൈമാക്സിലോട്ട് കൊണ്ടുപോയി ആ ഫിലിം അങ്ങോട്ട് എൻഡ് ചെയ്തു. ഞങ്ങൾ ഷോക്ക്ഡായി. നമ്മൾ ആ ഒരു ഫിലിം കാണാനായിട്ട് ഫുൾ എമൗണ്ട് കൊടുക്കുന്നു, ബട്ട് നമുക്ക് ആ ഫുൾ ഫിലിം കാണാനുള്ള ഒരു പ്രിവിലേജ് ഇല്ലാണ്ടായിരിക്കുന്നു. സോളോ മാത്രമല്ല, 2014 ഇറങ്ങിയ ഡെഡ് പൂളിനും ട്രീറ്റ്മെന്റ് വ്യത്യാസമൊന്നും അല്ലായിരുന്നു. ഡെഡ് പൂള് US അഥവാ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയ പടം R-rated ആയിരുന്നു, അതായത് അൺറേറ്റഡ് പടമായിട്ടാണ് ഇറങ്ങിയത്. കാരണം പടത്തിന്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഡെഡ് പൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഒറിജിനാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫിലിം അൺറേറ്റഡ് ആയിട്ടാണ് അവർ ഇറക്കിയത്. കാരണം ഈ ഒരു ക്യാരക്ടർ അത്യാവശ്യം വയലൻസും ഒരു ഫോർത്ത് വാൾ ബ്രേക്കിങ്ങും തെറിയൊക്കെ വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് ഡെഡ് പൂൾ എന്ന് പറയുന്ന മൂവി A-rated ആയിരുന്നു. ബട്ട് A-rated ആണെന്ന് പറഞ്ഞിട്ടും നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറെ സീൻസ് എല്ലാം സെൻസേർഡ് തന്നെയായിരുന്നു. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടാണ് തോന്നുന്നത്. ബോത്ത് വ്യൂവേഴ്സായി കാണുന്ന നമുക്കും ഇതിന്റെ ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്ത അവർക്കും ഇതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഫിലിം മേക്കിംഗ് നിൽക്കുന്നവർക്കും ഇതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് തോന്നുന്നത്. CBFCയിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് വി ആർ നോട്ട് കേപ്പബിൾ ഓഫ് വാച്ചിങ് സച്ച് സീൻസ് ഓർ മൂവീസ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. CBFC ആക്ച്വലി 4 ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് പടത്തിന് കൊടുക്കുന്നത്. ഒന്ന് യു എന്ന് പറഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ്, ആർക്കും ഈ പടം കാണാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് UA ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു PG എന്ന് പറഞ്ഞ റേറ്റിംഗ്, പാരന്റൽ ഗൈഡൻസ്. അതിപ്പോ UA 13 ഉണ്ട്, 16 ഉണ്ട്. പറയുമ്പോൾ 13ന്റെ മുകളിലുള്ളവർക്ക് അൺറെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷെ 13 താഴെയുള്ളവർക്ക് പാരന്റൽ ഗൈഡൻസോടെ ഈ പടം കാണാം. 16ഉം സെയിം ആണ്. 16 പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ പടം അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണാം. അതിന് താഴെയുള്ളവർക്ക് ഒരു പാരന്റൽ ഗൈഡൻസ് വേണം. പിന്നെ വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് എ എന്ന് പറഞ്ഞത് 18+, കുറച്ചുകൂടി മെച്യൂർ കണ്ടന്റ് ആയിരിക്കും ആ ഫിലിമിൻ്റെ അകത്ത് ഉണ്ടാവാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് പൊതുവെ ഇങ്ങനത്തെ എഡ്യൂക്കേഷണൽ വീഡിയോസ്, റിസർച്ച് അങ്ങനത്തെ ഇതിലേക്കാണ് വരുന്നത്. കറന്റ് സിനാരിയോയില് ഏത് സർട്ടിഫിക്കേഷൻ വന്നാലും കാണുന്ന പടം ഏകദേശം ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് 13+ വന്നാലും ഇവർ വേർഡ്സ് എല്ലാം സെൻസർ ചെയ്യും, സീനുകളെല്ലാം സെൻസർ ചെയ്യും. 16+ ആണെങ്കിലും സെയിം തന്നെ. ഇൻഫാക്ട് 18+, അതായത് സർട്ടിഫൈഡ് പടങ്ങൾ ഈ അടുത്ത് ഞാൻ കണ്ടതിലും നമുക്ക് അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ സെൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ശരിക്കും ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് എന്ന് തന്നെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ആണെങ്കിലും മലയാളം ഫിലിമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ബോർഡിന്റെ ഒരു ഇതിൽ പെട്ടുനിൽക്കുകയാണ്. അവർക്ക് ജാനകി എന്നുള്ള പേര് മാറ്റണം.
അതിപ്പോ ഓൾമോസ്റ്റ് റീസെൻസർഷിപ്പ് കഴിഞ്ഞു. അവർ കൊടുത്ത ഹൈക്കോടതിയിൽ പോയ സമയത്തൊക്കെ പോസിറ്റീവ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ സെൻസർ ബോർഡിന് ആ ഒരു സെൻസർഷിപ്പ് അവർ കീപ്പ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ പടത്തിന്റെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി. ഐ ഡോ നോ ഹൗ, എന്ത് ഡിഫറൻസ് ആണ് അത് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾസോ ഈ ഫിലിമിന്റെ അകത്ത് ജാനകി എന്ന പേര് യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്താ പറയാ, അത് മ്യൂട്ട് ചെയ്യണം എന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ഞാൻ JSK മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ എമ്പുരാനിലും കുറെ സീനുകളൊക്കെ സെൻസർ ചെയ്യേണ്ടി വന്നു. സെൻസർഷിപ്പ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സെൻസർഷിപ്പ് വേണം. പക്ഷെ അതൊരു ക്രിയേറ്റിവിറ്റീനെ കോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് കാണുന്നവരൊന്നും മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുമ്പോഴാണ് സെൻസർഷിപ്പ് ഭയങ്കര അലമ്പാവുന്നത്. ഹോപ്പ് ഇൻ ദ ഫ്യൂച്ചർ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമായിരിക്കും. സോ ഓവർ ടു സൂപ്പർമാൻസ് റിവ്യൂ. സൂപ്പർമാൻ ആക്ച്വലി ഇതൊരു കംപ്ലീറ്റ്ലി റീബൂട്ടഡ് വേർഷൻ ആണ് സൂപ്പർമാന്റെ. സാക് സ്നൈഡറിന്റെ യൂണിവേഴ്സ് തീർന്നു. സാക് സ്നൈഡറിന്റെ മൂവി ജസ്റ്റിസ് ലീഗ്, സാക് സ്നൈഡേഴ്സ് കട്ടോടെ സാക് സ്നൈഡറിന്റെ യൂണിവേഴ്സ് തീർന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു റീബൂട്ടഡ് യൂണിവേഴ്സ് ആണ്. ജെയിംസ് ഗൺ ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. ജെയിംസ് ഗൺ ഇസ് ഫേമസ് ഫോർ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി. ജെയിംസ് ഗണ്ണിന്റെ ഒരു ഡയറക്ടോറിയൽ എന്ന് പറയുമ്പോൾ രസമാണ്. പുള്ളിയുടെ മൂവീസിൽ കുറെ കോമഡിയും കാര്യങ്ങളും ആക്ഷനും കുറച്ചും കൂടി നല്ലൊരു മൂവീസ് ആണ്. അത് ഇങ്ങനെ അൺനോൺ ക്യാരക്ടേഴ്സിനെയാണ് പുള്ളി പൊതുവെ എടുക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എനിക്ക് അത്ര ഒരു നോൺ കോമിക് ക്യാരക്ടേഴ്സോ ഒന്നുമല്ല. പക്ഷെ എന്നാലും പുള്ളിയുടെ മൂവി ത്രൂ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാനും ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ജെയിംസ് ഗണ്ണിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ജെയിംസ് ഗൺ ആണ് DC ലീഡ് ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആക്ച്വലി റീബൂട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഫിലിമാണ് സൂപ്പർമാൻ, ലൈവ് ആക്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന സൂപ്പർമാൻ. അതിനു മുമ്പ് തന്നെ ജെയിംസ് ഗൺ സൂസൈഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ചെയ്തായിരുന്നു. സൂസൈഡ് സ്ക്വാഡിലെ ക്യാരക്ടേഴ്സിനെ കുറെയൊക്കെ റീറ്റെയിൻ ചെയ്തിട്ടാണ് അവര് പുതിയ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് അവർ റീറ്റെയിൻ ചെയ്തിരുന്ന ക്യാരക്ടർ ജോൺ സീനയുടെ പീസ് മേക്കർ ആണ്. ഇത് കഴിഞ്ഞ് ജെയിംസ് ഗൺ തന്നെ പീസ് മേക്കറിന്റെ സീരീസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് DCU റീബൂട്ട് ചെയ്യുന്ന സമയമായപ്പോൾ ഇവര് ഈ സൂസൈഡ് സ്ക്വാഡിന്റെ തന്നെ ഒരു സ്പിൻ ഓഫ് ആയ ക്രീച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞ ഒരു ആനിമേറ്റഡ് സീരീസ് ഇറക്കി. അതും നൈസ് ആയിരുന്നു. അതും അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ വന്ന സമയത്ത് സൂപ്പർമാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്ക് ഉണ്ടായത്. ഞാനൊരു പേഴ്സണലി പറഞ്ഞാൽ ഞാനൊരു DC ഫാൻ തന്നെയാണ്. സോ പക്ഷെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ സൂപ്പർമാൻ എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിട്ട് തോന്നി. 2025 വരുന്ന സമയത്ത് ഡേവിഡ് കോർൺസെറ്റ് ആണ് സൂപ്പർമാനായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിനെ കാണുമ്പോൾ നമുക്ക് ഹെൻറി കാവലിൽ തന്നെ ഒരു മിനിയേച്ചർ, കുറച്ചുകൂടി യൂത്ത്ഫുൾ, അത്രയും ബൾക്ക് അല്ലാത്ത ഒരു വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് സൂപ്പർമാന്റെ കാരക്ടേഴ്സിക്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. എന്തോ എവിടെയോ സൂപ്പർമാൻ ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. മെയിൻലി അതിന്റെ ഒരു പ്ലോട്ട് എനിക്ക് അത്ര ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, ജെയിംസ് ഗൺ എപ്പോഴും പുള്ളിയുടെ മൂവീസിന്റെ അകത്ത് ഏലിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ പീസ് മേക്കർ ആണെങ്കിലും സൂസൈഡ് സ്ക്വാഡ് ആണെങ്കിലും ഇതിന്റെ അതൊരു ഏലിയൻ എന്ന് പറഞ്ഞ ഫാക്ടർ ഭയങ്കര പ്രിവലന്റ് ആണ്. എന്താ പറയാ, ഇൻ ദ എൻഡ് ഏലിയനിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് മിക്ക ഈ വന്ന സീരീസിലെല്ലാം വന്നത്. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഏലിയൻ ഒരു മെയിൻ വില്ലൻ ആയിട്ട് വരുന്നില്ല, ഒരു സബ് വില്ലൻസ് ആയിട്ട് വരുന്നു. അതിന്റെ ആ ഒരു പ്ലോട്ട് ലൈൻ ഒരു സെൻട്രൽ ഒരു പോയിന്റിൽ എത്തുന്നില്ല. എന്താണ് സൂപ്പർമാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് എന്തോ ഭയങ്കര കൺഫ്യൂസിങ്. സൂപ്പർമാനിലോട്ട് വരുമ്പോൾ സൂപ്പർമാൻ മാത്രമല്ല, വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗ്രീൻ ലാന്റേൺ ഉണ്ട്, ഗായ് ഗാർഡനറിന്റെ ഗ്രീൻ ലാന്റേൺ ഉണ്ട്, പിന്നെ മിസ്റ്റർ ടെറിഫിക് ഉണ്ട്. മിസ്റ്റർ ടെറിഫിക് ഒന്നും അധികം ലൈവ് ആക്ഷനിൽ വന്നിട്ടില്ല. പുള്ളി സീരീസിൽ വന്നിട്ടുണ്ട്, ഫ്ലാഷ് സീരീസിൽ വന്നിട്ടുണ്ട്. പിന്നെ പുള്ളി മിക്കപ്പോഴും ആനിമേറ്റഡ് സീരീസിലാണ് വരാറുള്ളത്. ആ ഒരു ക്യാരക്ടറിനൊക്കെ കൊണ്ടുവന്നത് നൈസായിട്ട് തോന്നി. അതാണ് പറഞ്ഞത്, ജെയിംസ് ഗൺ യൂഷ്വലി അത്രയും ഫേമസ് അല്ലാത്ത ക്യാരക്ടേഴ്സിനെ ലൈവ് ആക്ഷനിലോട്ട് കൊണ്ടുവന്ന് അവരെ നമുക്കായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ജെയിംസ് ഗൺ ചെയ്യാറുണ്ട്. ഇതില് മിസ്റ്റർ ടെറിഫിക് മാത്രമല്ല, പിന്നെ ഹോക്കുകളും ഉണ്ട്. അറ്റ് ടൈംസ് ഈ പടത്തിന്റെ അകത്ത് കുറെ ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇത് ഏത് ആംഗിളിലോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നോട്ട് സേയിങ് ദാറ്റ് ഇത് ഭയങ്കര ഒരു അലമ്പ് പടാണെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. പക്ഷെ എനിക്കെന്തോ ഡിസപ്പോയിന്റിങ് ഫാക്ടർ വന്നു. കാരണം മാൻ ഓഫ് സ്റ്റീൽ വന്ന സമയത്ത് ആ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സൂപ്പർമാന്റെ ഒറിജിൻ വെച്ചിട്ടാണ്. പിന്നെ സൂപ്പർമാൻ എടുക്കേണ്ടി വരുന്ന ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് ആ പടം എൻഡ് ചെയ്യുന്നത്. ഇതിലോട്ട് വരുമ്പോൾ ഒറിജിൻ സ്റ്റോറി ഒന്നും ഇല്ല. സൂപ്പർമാൻ ഓൾറെഡി പ്രിവലന്റ് ആണ്. മെട്രോപോളിസിൽ പുള്ളി ഓൾറെഡി ഉണ്ട്. പുള്ളി പുള്ളി ആളുകളെയൊക്കെ സഹായിക്കാറുണ്ട്. പുള്ളിക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്.
ആൻഡ് ലെക്സ് ലൂതറിന്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് ഈ കോമിക്സിലുള്ള പോലെ തന്നെ പുള്ളിയുടെ ബ്രെയിൻ വെച്ച് ലോകത്തിനെ കാണിക്കണം സൂപ്പർമാൻ ഒരു ത്രെറ്റ് ആണ്, പുള്ളി സൂപ്പർമാനേക്കാളും മുകളിലാണ്. ആ ഒരു പ്ലോട്ടാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇവർ ഓൾറെഡി ഇവരുടെ ഒരു ഇഷ്യൂ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ സൂപ്പർമാനിൽ ആ സൂപ്പർ അങ്ങോട്ട് വന്നില്ല. പുള്ളി കുറച്ചുകൂടി മാൻ പോലെയായിരുന്നു. അതായത് പുള്ളി ഒരു ഇച്ചിരി ഒരു പോയിന്റ് എക്സ്ട്രയാണ് പുള്ളി ഡിഫീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂവിയുടെ അകത്ത് അങ്ങനെ ഭയങ്കര വാവ് ഫാക്ടേഴ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പൊതുവേ നമ്മൾ സൂപ്പർമാന്റെ ഫിലിംസിലൊക്കെ വന്ന പോലെ പുള്ളിയുടെ കുറെ ഫ്ലൈയിങ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പുള്ളി ഇങ്ങനെ പറന്നു വരുമ്പോൾ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഡസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സീൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നോക്കണമെങ്കിൽ ഒരു ഫുൾ ഒരു മിക്സ് ആൻഡ് മാഷ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കൊണ്ടുവന്നു. അതായത് ഈ പടത്തിന്റെ അകത്ത് അവർ കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഒന്നിലിട്ടും എത്തിയില്ല. ഒന്നിലിട്ടും എത്താത്ത പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് സൂപ്പർമാന്റെ ഒറിജിനൽ പേരൻസിന്റെ ബയോളജിക്കൽ പേരൻസിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, അത് അവർ കംപ്ലീറ്റ് ചെയ്തില്ല. സൂപ്പർമാന്റെ എർത്തിലുള്ള പേരൻസിന്റെ സ്റ്റോറിക്ക് ഒരു കംപ്ലീഷൻ ഇല്ല. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫീൽ. ഏറ്റവും രണ്ട് ദാരിദ്ര്യ എൻഡ് ക്രെഡിറ്റ് സീനുള്ള പടവും സൂപ്പർമാൻ തന്നെയാണ്. ഇൻഫാക്ട് സൂപ്പർ ഹീറോ മൂവീസ് വരുമ്പോൾ നമ്മൾ എൻഡ് ക്രെഡിറ്റ് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന്റെ മിഡ് ക്രെഡിറ്റ് സീൻ പോയിന്റ്ലെസ് ആയിട്ടുള്ള സീനായി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എൻട്രി കാണും എന്ന് വിചാരിച്ച് ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തു. എൻഡ് ക്രെഡിറ്റ്സ് ആണെങ്കിലും അതിലും വലിയ ദാരിദ്ര്യം പിടിച്ചൊരു സീൻ. അത് അവർക്ക് ആ ഫിലിമിൽ തന്നെ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് എൻഡ് ക്രെഡിറ്റ് സീൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ഒരു ഫിലിം ക്ലോസ് ചെയ്യാമായിരുന്നു. പിന്നെ ഇതിന്റെ അകത്ത് സൂപ്പർമാന്റെ ഡോഗായ ക്രിപ്റ്റോനെ അവർ കൊണ്ടുവരുന്നുണ്ട്. ക്രിപ്റ്റോ കോമിക് ബുക്കിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ക്രിപ്റ്റോ ഒരു കൂടെയുള്ള പട്ടിയാണ്. സൂപ്പർമാൻ വാസ് ആൻ ഓക്കേഷ് മൂവി. എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം ഫിലിമിന്റെ അകത്ത് കുറെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ പടം കാണുമ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. നിക്കോളസ് ഹോൾട്ട് ആണ് ഇതിന്റെ അത് ലെക്സ് ലൂതറായിട്ട് അഭിനയിക്കുന്നത്. പുള്ളി കൊള്ളാമായിരുന്നു. പുള്ളി ആ ഒരു ലെക്സ് ലൂതറിന്റെ ആ ഒരു ക്യാരക്ടറിനെ പുള്ളി നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർമാനും കൊള്ളാമായിരുന്നു, ഡേവിഡ് കോർൺഷെറ്റിന്റെ സൂപ്പർമാനും കൊള്ളാമായിരുന്നു. ബട്ട് ഓവറോൾ എനിക്ക് അതിന്റെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഇതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അവർ ആ ഒരു ഒരൊറ്റ പോയിന്റിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഥ ഫുൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് ദേ വർ ജസ്റ്റ് റാൻഡംലി ബ്രിങ്ങിങ് ഇൻ സീൻസ്. ഫോർ എക്സാമ്പിൾ ഈ പടത്തിന്റെ അകത്ത് വരുന്ന ഒരു സീനാണ് ലൂയിസ് ലെയ്നും ക്ലാർക്ക് കെന്റും തമ്മിലുള്ള ഇന്റർവ്യൂ ബേസ്ഡ് ഓൺ വാട്ട് ഇസ് സൂപ്പർമാൻസ് ആക്ഷൻസ്. പക്ഷെ ആ ഫിലിമിന്റെ അകത്ത് ഈ ലൂയിസ് ലെയ്നും ക്ലാർക്ക് കെന്റും വരുന്ന കോൺവെർസേഷൻ ഡയലോഗ്സ് ഒക്കെ തന്നെയാണെങ്കിൽ ഭയങ്കര എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു എങ്ങും എത്താത്ത രീതിയിലുള്ള പോലത്തെ ഒരു സീനുകളായിരുന്നു അതൊക്കെ. അത് ആ ഫിലിം തുടങ്ങുന്നതിന്റെ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൽ തന്നെയാണ് സീൻ സ്റ്റാർട്ട് ആവുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ എക്സാക്ട് സീൻ സാക്ക് സ്നൈഡർ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ ചെയ്തിട്ടുണ്ട്. ലൂയിസ് ലെയ്നും സൂപ്പർമാനും തമ്മിലുള്ള കോൺവെർസേഷൻ അതൊക്കെ പക്ഷെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിലും ഏകദേശം ആ ഒരു സീൻ റെപ്ലിക്ക തന്നെയാണ്. പക്ഷെ അതൊന്നും അത്ര ഒരു എന്താ പറയാ, ഈ പടം ഇമോഷണലി ഒട്ടും കണക്ട് ആവണ്ടായിരുന്നില്ല. സോ ഡി സി യൂണിവേഴ്സിന്റെ റീബൂട്ട് അത്ര സ്ട്രോങ് ആയില്ല. എന്നാലും ഒരു ഡീസന്റ് വാച്ച് ആയിരുന്നു സൂപ്പർമാൻ. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും ഒരു ഡീസന്റ് വാച്ചാണ്. ലൈക്ക് അലമ്പ് പടമല്ല എടുത്തു വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഡീസെന്റ് ബട്ട് ഇറ്റ് വാസ് ഡിസപ്പോയിന്റിങ് ഫോർ മീ. So that's Superman for you. Take care.